കാൺട്ട്, കുഡൻറ്റ്, വോണ്ട്, ഡോണ്ട്, ഡസൻറ്റ്. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഇപ്പം നമ്മൾ വായിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ മീനിങ്സ് എന്താണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാൺട്ടാണ് എടുക്കുന്നത്. കാൺട്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് കെനോട്ട് എന്നാണ് മീനിങ് വരുന്നത്. ഈ കെനോട്ടിനാണ് നമ്മൾ ചെറുതാക്കിയിട്ട് കാൺട്ട് എന്ന് പറയുക. ഇപ്പോൾ കെനോട്ട് എന്താ, എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ കെനോട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ ക്യാൻ എന്ന് പറയുമ്പോൾ കഴിയും, ക്യാൻ നോട്ട് എന്ന് പറയുമ്പോൾ കഴിയില്ല. അപ്പോൾ കെനോട്ടാണ് ശരിക്കും ചെറുതാക്കി നമ്മൾ കാൺട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക? അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഇത് നമുക്ക് കാൺട്ട് യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഐ കാൺട്ട്. ഓക്കെ, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഐ കാൺട്ട് ഡു ഇറ്റ്. ചെയ്യാൻ, അപ്പോൾ നമ്മുടെ പ്രവൃത്തി ചെയ്യാനാണ്, അതുകൊണ്ടാണ് ഡു വരുന്നത്. പിന്നെ അത് എന്നുള്ളതാണ് നമ്മൾ എടുത്തിട്ട് ഇറ്റ് വരുന്നത്. അപ്പോൾ ഐ കാൺട്ട് ഡു ഇറ്റ്. ഇനി എനിക്ക് അവളെ വിളിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുക? ഇതും സെയിം ഫോർമാറ്റ് ആണ്. എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഐ കാൺട്ട് യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്താണ് ചെയ്യാൻ കഴിയാത്തത്? അപ്പോൾ ഐ കാൺട്ട്, എനിക്ക് അവളെ വിളിക്കാൻ, അല്ലേ, വിളിക്കാൻ, ഇതാണ് നമ്മുടെ പ്രവൃത്തി, വേർബ്. അപ്പോൾ ഐ കാൺട്ട്, വിളിക്കാൻ എന്നുള്ളതിന് നമ്മൾ കോൾ എന്നാണ് പറയുക. അപ്പോൾ ഐ കാൺട്ട് കോൾ. ഇനി ആരെ? അവളെ, അല്ലേ. അപ്പോൾ ഐ കാൺട്ട് കോൾ ഹർ. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോഴാണ് കാൺട്ട് യൂസ് ചെയ്യുക. എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഐ കാൺട്ട് ഡു ഇറ്റ്. എനിക്ക് അവളെ വിളിക്കാൻ കഴിയില്ല, ഐ കാൺട്ട് കോൾ ഹർ. അടുത്തത് കുഡൻറ്റ് ആണ്. കുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുഡ് നോട്ട്. കുഡ് നോട്ടിൻ്റെ ഷോർട്ടർ വേർഷൻ ആണ് കുഡൻറ്റ്. ഓക്കെ, കുഡൻറ്റ്. ശരിക്കും നമ്മൾ എപ്പോസ്ട്രോഫി ഈ സാധനം ഇടുന്നത് ഓ വരുന്ന പൊസിഷനിലാണ് നമ്മൾ അത് ഇടുന്നത്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലായിട്ടുണ്ടാവും. ഈ നോട്ട് എന്ന് വരുന്നിടത്ത് ഓന് പകരമാണ് നമ്മൾ ആ അപ്പോസ്ട്രോഫി ഇടുന്നത്. ഓക്കെ, അപ്പോൾ കുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അത് കുഡൻറ്റ് ആണ് ശരിക്കും. അപ്പോൾ ഈ കുഡൻറ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? കുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പം ക്യാൻ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കുഡ്. എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ ക്യാൻ എന്നാണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കുഡാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് കുഡ് നോട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കുഡൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ സെൻറ്റൻസസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പറയാ? ഐ. ഓക്കെ, ഐ കുഡൻറ്റ്. അപ്പോൾ നമ്മൾ ഐ കുഡൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഐ കുഡൻറ്റ്, എന്താ കഴിയാഞ്ഞത്? ഐ കുഡൻറ്റ് ഡു ഇറ്റ്, അല്ലേ, ചെയ്യാൻ, അത് ചെയ്യാൻ. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് ഇടുക, ഐ കുഡൻറ്റ് ഡു ഇറ്റ്. ഇനി എനിക്ക് അവളെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെ നമ്മൾ പറയാ? സെയിം ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഐ കുഡൻറ്റ്, എന്താണ് കഴിയാഞ്ഞത്? അവളെ വിളിക്കാൻ, അല്ലേ. അപ്പോൾ ഐ കുഡൻറ്റ് കോൾ ഹർ. ഇപ്പം കുഡൻറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞില്ല. ഓക്കെ, ക്യാൻ എന്ന് പറയുമ്പം കഴിയും, കഴിയില്ല. അപ്പം കുഡ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു, കുഡൻറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞില്ല, കഴിഞ്ഞൊരു കാര്യമാണ്, പാസ്റ്റ് ടെൻസിലാണ് വരുന്നത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഐ കുഡൻറ്റ് ഡു ഇറ്റ്. എനിക്ക് അവളെ വിളിക്കാൻ കഴിഞ്ഞില്ല, ഐ കുഡൻറ്റ് കോൾ ഹർ. അടുത്തത് നമ്മൾ വോണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ വോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ വിൽ നോട്ട് ഇല്ലേ, ഇതാണ് നമ്മൾ ചുരുക്കിയിട്ട് വോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, വോണ്ട്. അപ്പോൾ വോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ചെയ്യില്ല, അല്ലേ, ഒരു സംഭവം നമ്മൾ ചെയ്യില്ല. ഫ്യൂച്ചർ ആണ് വിൽ നോട്ട് എന്ന് പറയുമ്പോൾ, ഫ്യൂച്ചറിൽ അത് നമ്മൾ ചെയ്യില്ല എന്ന് പറയുമ്പോഴാണ് ഈ വിൽ നോട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ വിൽ നോട്ട് ചെറുതാക്കിയിട്ടാണ് നമ്മൾ വോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഞാൻ അത് ചെയ്യില്ല. ഞാനത് ചെയ്യില്ല നമ്മൾ എങ്ങനെയാ പറയുക? ഐ. ഇപ്പം ഞാൻ, ഓക്കെ, ഐ വോണ്ട്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യില്ല എന്ന് പറയുമ്പം ഐ വോണ്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഐ വോണ്ട്. ഇനി എന്താണ് ചെയ്യില്ല എന്ന് പറയുന്നത്? അത് ചെയ്യില്ല എന്നാണ് പറയുന്നതല്ലേ. അപ്പം ഐ വോണ്ട് ഡു ഇറ്റ്. അതെന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഇറ്റ് അല്ലെങ്കിൽ ദാറ്റ് ഒക്കെ ആണ് പറയുക. ഇനി അവൻ നാളെ വരില്ല. ഓക്കെ, അവൻ നാളെ വരില്ല നമ്മൾ എങ്ങനെയാ പറയുക? അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹീ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ.
he won't. he won't. അപ്പം ആരെ പറ്റിയാണോ പറയുന്നത് അതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം he won't. ഇനി എന്താണ് അവൻ ചെയ്യാത്തത്? നാളെ വരില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പം he won't വരില്ല, ഇതാണ് നമ്മൾ പറയാം. he won't come. ഇനി നാളെ tomorrow. അപ്പം അവൻ നാളെ വരില്ല എന്ന് പറയുമ്പോൾ he won't come tomorrow എന്നാണ് നമ്മൾ പറയുക. അപ്പം ഞാൻ അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ I won't do itും അവൻ നാളെ വരില്ല എന്ന് പറയുമ്പോൾ he won't come tomorrow എന്നാണ് പറയുക. അപ്പം ഈ will not എന്നുള്ളതിൻ്റെ ഷോർട്ടർ വേർഷൻ ആണ് won't എന്ന് പറയുന്നത്. അടുത്തത് don't ആണ്. don't നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? don't എന്ന് പറഞ്ഞാൽ ശരിക്കും don't എന്ന് പറയുമ്പോൾ ഈ do not എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്. do not എന്നുള്ളതിനാണ് നമ്മൾ don't യൂസ് ചെയ്യുക. don't നമ്മൾ ഉപയോഗിക്കുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യാറില്ല, നമുക്ക് താല്പര്യമില്ല ഒരു കാര്യത്തിനോട്, നമുക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒക്കെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ don't യൂസ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഞാൻ ചായ കുടിക്കാറില്ല എന്നാണെങ്കിൽ I don't, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇതൊരു എന്താ പറയുക ഹാബിച്വൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പറയാം ചായ കുടിക്കാറില്ല, ചായ കുടിക്കുന്ന ഒരു ശീലം ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ I don't വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. I don't, ഇനി എന്താ, ചായ കുടിക്കാറില്ല അല്ലേ? അപ്പം I don't drink tea. ഓക്കെ, I don't drink tea. ഇനി അവർ കോളേജിൽ പോവാറില്ല, ഇതെങ്ങനെയാ പറയാ? അവർ എന്നുള്ളത് നമുക്ക് ദേ എന്നിടാം. ഓക്കെ, ദേ ഡോണ്ട്. ദേ ഡോണ്ട്. ഇനി എന്താണ് അവർ ചെയ്യാത്തത്? കോളേജിൽ പോവാറില്ല എന്നല്ലേ? ദേ ഡോണ്ട് ഗോ ടു കോളേജ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാറില്ല, ഇഷ്ടമല്ല, താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുക. ആൻഡ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ദേ, ഐ ഒക്കെ പറയില്ലേ, പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്ട്സ് അതിൻ്റെ ഒപ്പം തന്നെ യു അല്ലെങ്കിൽ ഐ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുക. ഈ ഹി ഷീ എന്നൊന്നും പറയുന്ന സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഡസൻറ്റ് ആണ് നോക്കുന്നത്. ഡസൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡസ് നോട്ട്, ഇതിനാണ് നമ്മൾ ഡസൻറ്റ് പറയുക. ഓക്കെ, ഇനി ഡസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡോണ്ടിൻ്റെ സെയിം ഫങ്ഷൻ ആണ്, നമ്മുടെ സബ്ജക്റ്റ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ഡോണ്ട് നമ്മൾ യൂസ് ചെയ്യുക പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം യു അല്ലെങ്കിൽ ഐ, ഇതിനൊക്കെയാണ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുക. ഈ ഡസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോഴാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, എൻ്റെ ഫ്രണ്ട്, അങ്ങനെ ആരാണെങ്കിലും ഒറ്റ ആൾ സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് വരുള്ളൂ. അപ്പോഴേ നമ്മൾ ഡസൻറ്റ് യൂസ് ചെയ്യുള്ളൂ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ അവൾ വണ്ടി ഓടിക്കാറില്ല, ഇതെങ്ങനെ നമ്മൾ പറയുക? അവൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഷീ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ഷീ ഡസൻറ്റ്, അവൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഷീ ഡസൻറ്റ് ആണ് നമ്മൾ പറയുക. ഇനി എന്താണ് ചെയ്യാത്തത്? വണ്ടി ഓടിക്കുക അല്ലേ? അപ്പോൾ ഷീ ഡസൻറ്റ് ഡ്രൈവ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ അമ്മയ്ക്ക് സിനിമകൾ ഇഷ്ടമല്ല, ഇതെങ്ങനെയാ പറയുക? ആർക്കാ ഇഷ്ടമില്ലാത്തത്? എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. മൈ മദർ. ഓക്കെ, മൈ മദർ ഡസൻറ്റ്. മൈ മദർ ഡസൻറ്റ് എന്താണ്? സിനിമകൾ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ മൈ മദർ ഡസൻറ്റ് ലൈക്ക് മൂവീസ്. അപ്പോൾ ഈ ഡോണ്ടും ഡസൻറ്റും ഒക്കെ നമ്മൾ ഒരു കാര്യം ചെയ്യാറില്ല, ഒരു കാര്യത്തിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല, അങ്ങനെ ഒരു ശീലം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഡോണ്ടും ഡസൻറ്റും യൂസ് ചെയ്യും. ഓക്കെ, പക്ഷെ സബ്ജക്റ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സബ്ജക്റ്റ് മാറുമ്പോൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസൻറ്റ് മാറി മാറി വരും. അപ്പോൾ കാൺട്ട്, കുഡൻറ്റ്, വോണ്ട്, ഡോണ്ട്, ഡസൻറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിച്ചു. അപ്പം ഇങ്ങനെ വീഡിയോസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഗ്രാമറും മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഒരു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിക്കണമെങ്കിൽ സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനേഴ്സിനെ പ്രൊവൈഡ് ചെയ്യും. അവരോട് സംസാരിച്ച് നിങ്ങളുടെ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഡെയിലി നിങ്ങളൊരു 15 മിനിറ്റ്സ് മാറ്റി വെച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു. English Mitra. Stop worrying, start learning.